ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം കൂടെ കൂട്ടിക്കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഇതിനായിട്ട് ഒരു 1/4 കിലോ ചിക്കൻ, ബോൺലെസ് ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 സ്പൂണ് ചില്ലി ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം 1 സ്പൂണോളം ചിക്കൻ മസാല. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ഇത് മാറ്റി വെക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മുടെ ചിക്കൻ മാറ്റി വെക്കാം. ഇനി നമ്മളൊരു ചട്ടിയിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്ന ഓയിലിലേക്ക് ഒരു 3/4 സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒപ്പം കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറിയ സവാള ആയതുകൊണ്ട് ഞാൻ 2 എടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. അതിനോടൊപ്പം ഒരു തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. അപ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവത്തിന് എല്ലാം നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഒപ്പം ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ 1 സ്പൂണോളം ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ഞാനിവിടെ 2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം എല്ലാം നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ചിക്കനിലേക്ക് മസാലകളെല്ലാം പിടിച്ച് ഒന്ന് സെറ്റായി നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ ഒരു പരുവത്തിന് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയും ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അവസാനം നമ്മൾ കുറച്ച് വെളുത്ത എള്ളും കൂടി തൂക്കി കൊടുത്താൽ നമ്മുടെ അടിപൊളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. ബൈ.